ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വീഡിയോയ്ക്ക് മുന്നേ വന്നിട്ട് കുറേ നാളായി തോന്നുന്നു. അപ്പം ഇന്ന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു പോസ്റ്റ് കണ്ടു. അത് ഫേസ്ബുക്കിലാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാനായിട്ട് കാരണം. അപ്പോൾ പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഇതായിരുന്നു. രാവിലെ 11 മണി മുതൽ വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 20 ഒരു അടിപൊളി ജോബ് ഓഫറുമായി ഒലിവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ. രാവിലെ 11 മണി മുതൽ വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 25,000 രൂപ സാലറി കിട്ടിയാലോ? ഹോസ്റ്റലും ഫുഡും ഫ്രീ ആയാലോ? പറയുന്ന പോലെ ഈ 3 മണിക്കൂർ മാത്രമല്ല ജോലി. ഇത് ഇവർക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി മാത്രം ഇവർ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന അഭിനയം മാത്രമാണ് അവരുടെ സ്നേഹം. ആ പെൺകുട്ടീനെ അടുത്ത കേസിൽ പോലീസുകാർ വന്നപ്പോൾ പോലും, പിന്നെ അതല്ലാതെ GST റെയ്ഡ് വന്ന സമയത്ത് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 15 ദിവസത്തിനകത്ത് ഇവർ പറഞ്ഞിരുന്നോ? അതായത് ഫുഡില്ല, അക്കോമഡേഷൻ ഇല്ല, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കണമെന്ന് അവർ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ട്രെയിനിങ് സമയത്ത്? പോയി അടിച്ചോ ബാക്കി കാര്യം ഞാൻ ഏറ്റെന്ന് പറയുന്നത് ഞങ്ങൾ വ്യക്തമായിട്ട് കേട്ടതാ. എന്ത് കാരണത്തിനാണ് ഈ പെൺകുട്ടി അടിച്ചേ? എൻ്റെ നാട്ടിലെ തന്നെ, എൻ്റെ നാടെന്ന് പറയുമ്പോൾ ഞാൻ ആലപ്പുഴ ജില്ലയിലാണ്. എന്നാൽ എനിക്ക് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 13 കിലോമീറ്റർ മാത്രം ദൂരം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഒലിവിയ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒലിവിയ ഷോപ്പിൻ്റെ അടുത്തേക്ക്. അതായത് അടൂരുള്ള ഒലിവിയ ഷോപ്പും ഈ ഓണറിൻ്റെ സ്ഥലവും, അതായത് അവർ ജോബ് കൊടുക്കുന്ന സ്ഥലവും ഒക്കെ എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. അപ്പം കേവലം ഒരു 13 കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ. ഡെയിലി പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നേരത്തെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെയോ അപകീർത്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, എന്താണ് കാര്യമെന്ന് പറയാം. അപ്പം ഇന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവരുടെ സ്റ്റാഫുകൾ ഡയറക്റ്റായിട്ട് വന്നിട്ട് അവർക്കുണ്ടായ ദുരനുഭവത്തെ പറ്റിയിട്ടാണ്. ഇപ്പം ഒലിവിയയ്ക്ക് നേരെ പല പ്രശ്നങ്ങളും പണ്ടുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പം നിലവിൽ ലേറ്റസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്: സ്റ്റാഫുകൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ പറയുന്ന രീതിയിലുള്ള യാതൊരുവിധ കാര്യങ്ങളും സ്റ്റാഫുകൾക്ക് കൊടുക്കില്ല. അതായത് പേയ്മെൻറ്റും കൊടുക്കില്ല. ജോലി സമയം കൂടുതലാണ്, അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരെ മാനസികമായിട്ടോ ചില സ്റ്റാഫുകൾക്ക് നേരെ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പല സ്റ്റാഫുകളും ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ, ഇപ്പോൾ ഒരു 3 മാസം ഏകദേശം ആയി കാണും, കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ജോബ് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പറയണേ എന്നുള്ളത്. അപ്പം ആൾക്ക് ഇതേപോലെയുള്ള ചെറിയ ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ ബേക്കറി, സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കുഞ്ഞു ജോബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതിയാകും എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടിരുന്നു. അതായത് 25,000 രൂപ സാലറിയോട് കൂടിയിട്ട് ഇവർ ജോബ് കൊടുക്കും എന്നാണ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിനകത്ത് പറയുന്നത്. അതുമാത്രമല്ല, സ്ഥാപനത്തിന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് പോയി വന്ന് തന്നെ ജോലി ചെയ്യാവുന്നതാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അക്കോമഡേഷനും ഫുഡും ഇവർ തന്നെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പ്ലസ് 25,000 രൂപ സാലറി. അങ്ങനെയായിരുന്നു ഞാൻ കണ്ട അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്പറുണ്ടായിരുന്നു. അതിനകത്ത് കുറേ റൂൾസൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. 28 വയസ്സിന് ഇടയിലായിരിക്കണം പ്രായം എന്നുള്ളത്. അതേപോലെ ആൾക്ക് സൗന്ദര്യം ഉണ്ടാവണം. പണ്ട് ഭാഗ്യലക്ഷ്മി അമ്മ അങ്ങനെ എന്തോ ഒരു, ഭാഗ്യലക്ഷ്മി എന്നാണോ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു വിവാദമുണ്ടല്ലോ. ആ പറഞ്ഞ പോലെ വെളുത്തിട്ടായിരിക്കണം, സൗന്ദര്യം ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ കുറേ റൂൾസ് ഉണ്ടായിരുന്നു. സ്മാർട്ടായിരിക്കണം, ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം, അതിനുപരി നമുക്ക് എന്താ പറയുക, സ്മാർട്ടായിട്ടുള്ള സംസാരമായിരിക്കണം, അങ്ങനെയൊക്കെ കുറേ റൂൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തികഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിലും
ഇവരുടെ റൂൾസ് പ്രകാരം എല്ലാം തികഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടും എന്നുള്ള എൻ്റെ ഫ്രണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ബയോഡേറ്റ ഒക്കെ ആയിട്ട് അവരുടെ ഓഫീസിലേക്ക് ചെല്ലുന്നു. ചെന്നതിന് ശേഷം ബയോഡേറ്റ ഒക്കെ കൊടുക്കുന്നു. അവർക്ക് ആദ്യത്തേനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, ലുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ കാര്യം 25,000 രൂപ സാലറി എന്ന് പറയുന്നത് പെർഫോമൻസിനനുസരിച്ച് മാത്രമേ കിട്ടത്തുള്ളൂ. തുടക്കത്തിൽ അത്രയൊന്നും സാലറി കിട്ടില്ല. എത്രയെന്ന് ചോദിച്ചാൽ എമൗണ്ട് കറക്റ്റായിട്ട് പറയത്തുമില്ല. അപ്പം എത്ര ചോദിച്ചിട്ടും പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടും ഒന്നും അവർ സാലറി എത്ര കിട്ടുമെന്ന് പറയുന്നില്ല. ഇത് ജോബിനനുസരിച്ചുള്ള ഒരു ഇൻസെൻറ്റീവ് പോലെയാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ള സാലറിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ഒരു സ്റ്റാഫോ ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. സോ അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ജോബ് ക്വിറ്റ് ചെയ്തു. ആൾ പോയില്ല, അത് വേറെ ജോബ് നോക്കി. അപ്പം ഇങ്ങനെ എത്രയോ ആളുകൾ ഇതേപോലെ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് അവിടെ ചെന്നിട്ടുണ്ടാവും. ഏതായാലും ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഈ ഒരു അനുഭവം കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പല ആളുകളും മുന്നോട്ട് വരുന്നുണ്ട്. ഇവർ ഈ ഒരു രീതിയിലാണ് അഡ്വർടൈസ്മെൻറ്റിനകത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്ര സാലറി ആണോ കൊടുക്കാൻ പറ്റുന്നത് അത് പെർമനൻ്റ് ആയിട്ടുള്ള സാലറി ആണെങ്കിൽ അത് അഡ്വർടൈസ്മെൻറ്റിനകത്ത് പറയുക. അല്ലെങ്കിൽ നമ്മൾ ജോബ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഇൻസെൻറ്റീവ് മാത്രമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് പറയുക. സോ ആളുകളെ ഇങ്ങനെ എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ ആ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പരാതികളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക. അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഒരു അനുഭവം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു പ്രശ്നം ഈ ഒലിവിയെ പറ്റിയിട്ടും നടക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം. ബൈ.